വിശ്വാസിനികൾ സർവശക്തനും സർവാധിപനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ യഥാവധി ജീവിതത്തിന്റെ നിഖില മണ്ഡലങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും ക്രമീകരിച്ചുകൊണ്ടും ഈ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്നുള്ളത് ഏറെ ഗൗരവത്തോടും അതിലേറെ പ്രാധാന്യത്തോടുകൂടിയും ഈ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ അവനേറെ ഇഷ്ടപ്പെടുന്ന ദിവസത്തിലും സമയത്തിലും സാഹചര്യത്തിലും ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിന്റെ പേരിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നിരക്കു തന്നെ അവന്റെ ദീനിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും മരണം ജീവിതത്തിന്റെ ഏതു വഴികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും നമ്മളിലേക്ക് അടുക്കുമ്പോൾ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ചു മരിക്കുവാനുമുള്ള ഭാഗ്യം, തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും അനുഗ്രഹീതമായ ദിനരാത്രങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമദാനിന്റെ പകുതിയിലധികം എന്നുവേണ്ട ഏറ്റവും അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ ദിവസങ്ങളിലെ ഏറ്റവും കൂടുതൽ അവിടുത്തെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച, ഏറ്റവും ആരാധനകളിൽ, പ്രാർത്ഥനകളിൽ, പാപമോചനങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തിയ അവസാന 10 നാളുകളിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിനരാത്രങ്ങളുടെ മഹത്വത്തെ കുറിച്ചും ഈ ദിവസങ്ങളുടെ ശ്രേഷ്ഠതകളെ കുറിച്ചുമൊക്കെ കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ ശ്രവിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ഇത്തരം ദിവസങ്ങളും സമയങ്ങളും സാഹചര്യങ്ങളും ഒരുപക്ഷെ അതിൻ്റെ വില, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ശ്രേഷ്ഠത അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവസാനിക്കുമ്പോഴാണ്, നഷ്ടപ്പെടുമ്പോഴാണ് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കുവാനും ബോധ്യമാവുക എന്നുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ഉമ്മ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, പ്രവാചകരെ, അങ്ങേറെ ശ്രദ്ധിക്കുന്ന ലൈലത്തുൽ ഖദറിന്റെ ദിനരാവുകളെ പവിത്രമാക്കുവാൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാവുകളിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉരുവിടേണ്ട പ്രാർത്ഥന ഏതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അഥവാ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ഞങ്ങളുടെ ചുണ്ടുകൾ മന്ത്രിക്കേണ്ട പ്രാർത്ഥന ഏതാണ് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ.
ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ വെറുക്കുന്നവനാണ്, പാപമോചനം ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ പാപമോചനത്തെ നീ സ്വീകരിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്ന പ്രാർത്ഥന. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഈ റമദാനിന്റെ അവസാനത്തെ 10 ഏറ്റവും ശ്രദ്ധയോടുകൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും നമസ്കാരങ്ങളെ, നോമ്പിനെ, മറ്റു സൽക്കർമ്മങ്ങളെ കൃത്യമായി ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുവാനും ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 അവിടുത്തെ പള്ളികളിൽ വചനമിരിക്കാറുണ്ടായിരുന്നു എന്നത് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇഅ്തിഖാഫ് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ മരണം വരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മരണം വരെ പ്രവാചകന്റെ ജീവിതത്തിൽ ഉപേക്ഷിക്കാതിരുന്ന ഏറ്റവും വലിയൊരു സുന്നത്തായി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ മഹത്വത്തെ, അതിന്റെ പ്രാധാന്യത്തേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ആരാധനകളിൽ സജീവമാകണം എന്നുള്ളതാണ് ആമുഖമായി കൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ ഏതു സമയത്തും നമ്മുടെ നാവിലൂടെ അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ എന്ന പ്രാർത്ഥനകൾ സദാസമയവും നമ്മുടെ നാവിലൂടെ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. നമുക്ക് കാണാൻ കഴിയും, മക്കയിൽ പരിശുദ്ധ ഹറമിൽ ഒരു പണ്ഡിതൻ തന്റെ ശിഷ്യനുമൊത്ത് ഹറമിലേക്ക് കടന്നു വരികയായിരുന്നു. ആ മനുഷ്യൻ ഹറമിലേക്ക് കടന്നു വരുന്ന വഴിയിൽ തൊട്ടടുത്ത് റോഡ് സൈഡിൽ ഒരു വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് യുവാക്കൾ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം നടന്നു വരുന്ന വഴിയിൽ ആ വാഹനത്തെ അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചു. ആ വാഹനത്തിൽ 2-3 യുവാക്കൾ ഇരിക്കുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ശിഷ്യനും ഹറമിലേക്ക് അവിടുത്തെ നമസ്കാരത്തിന് വേണ്ടി കടന്നു വരികയായിരുന്നു. ആ സമയം ആ വാഹനത്തിന്റെ അരികിലേക്ക് ആ മനുഷ്യൻ ചെന്നു. അതിലുള്ള ആളുകളെ അതിന്റെ ഗ്ലാസ്സിൽ മുട്ടി വിളിച്ചു. അപ്പോഴാണ് ആ ഗ്ലാസ് ഒരൽപ്പം താത്തിയപ്പോ പിശാചിന്റെ കേന്ദ്രമായ, അതല്ലെങ്കിൽ സംഗീതത്തിന്റെ ഇടപെടലുകളോടുകൂടെ മനസ്സിന് സന്തോഷം ലഭിക്കുവാനും ആഹ്ലാദം കിട്ടുവാനും എന്ന് പറഞ്ഞ് അവർ സംഗീതം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവരിലേക്ക് സ്നേഹത്തോടെ, സന്തോഷത്തോടെ ഒരു ചെറു പുഞ്ചിരി നൽകിക്കൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ദിനരാവുകളാണ് നിങ്ങൾ ഈ നഷ്ടപ്പെടുത്തി കളയുന്നത്. നിങ്ങളുടെ നാവുകളിലൂടെ അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ എന്ന പ്രാർത്ഥനയാണ് നിങ്ങൾ നടത്തേണ്ടത്. എന്നിട്ട് അദ്ദേഹം 3 പ്രാവശ്യം ആ പ്രാർത്ഥന അവർക്ക് വേണ്ടി ചൊല്ലിക്കൊടുത്തു. തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ ശിഷ്യനോട് ആ മനുഷ്യൻ ചോദിച്ചു, മകനെ, നീ ആ പ്രാർത്ഥന കാണാതെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അവന് വേണ്ടി ഒന്നുകൂടെ ചൊല്ലിക്കൊടുത്തു, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അങ്ങനെ ആ മനുഷ്യൻ അവിടുന്ന് മടങ്ങുകയാണ്. ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. 5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു ദീനിയായ സദസ്സിൽ ക്ലാസ് എടുക്കുവാൻ വേണ്ടി വരികയാണ്. അദ്ദേഹം മുന്നിലെത്തിയപ്പോ, ക്ലാസ് എടുത്ത് കഴിഞ്ഞ് മടങ്ങാൻ വേണ്ടി നിൽക്കുമ്പോ അവരിൽപ്പെട്ട സംഘാടകരിൽപ്പെട്ട ഒരാള് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പരിചയം ഓർമ്മയില്ല, താങ്കളെ കണ്ടിട്ട് എനിക്കൊരു ഓർമ്മയും വരുന്നില്ല. അവരിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ 5 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഹറമിലേക്ക് താങ്കൾ നടന്നു പോകുന്ന വഴിയിൽ ഞങ്ങൾ ഒരു വാഹനത്തിൽ സംഗീതടമ്പടികളോടുകൂടി ആസ്വാദനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ അടുക്കലേക്ക് അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ എന്നൊരു പ്രാർത്ഥനയുമായി അങ്ങ് കടന്നു വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ മനുഷ്യൻ ഒരു നിമിഷം ആലോചിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓർക്കുന്നു, അവരിൽപ്പെട്ട ഒരാളാണ് ഞാൻ. നിങ്ങൾ ചൊല്ലിത്തന്ന ആ പ്രാർത്ഥന അന്ന് എൻ്റെ മനസ്സിൽ ആത്മാർത്ഥമായി എൻ്റെ മനസ്സിൽ തട്ടി ഞാൻ അള്ളാഹുവിനോട് തോടിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഹിദായത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നു. എനിക്ക് നേരായ മാർഗത്തിലേക്കുള്ള
എന്റെ ജീവിതത്തിലെ തിന്മകളിൽ നിന്ന്, എന്റെ ജീവിതത്തിലെ അരാജകത്വങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ആ വഴി കാണിച്ചു തന്നു, താങ്കളാണ് അതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞ് ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകും നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ ഉയരേണ്ട, പാപമോചനങ്ങൾ നടത്തേണ്ട, സൽക്രമങ്ങൾ ചെയ്തു വച്ച സൽക്രമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിക്കേണ്ട സമയങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ചരിത്രത്തിലെ തുല്യതയില്ലാത്ത ഏറ്റവും വലിയ ഭരണാധികാരിയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുക്കുന്ന വേളയിൽ ഒരിക്കൽ മുസ്ലിങ്ങളോടൊത്ത് അതിന്റെ ചാവി വാങ്ങുവാൻ വേണ്ടി പോകുന്ന സമയം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുന്നിൽ നേതൃത്വം നൽകിക്കൊണ്ട് പോവുകയാണ്. പുറകിൽ മുസ്ലിം സമൂഹമുണ്ട്. ഒരുപാട് ആളുകൾ ഉമറിന്റെ പിറകിൽ സന്തോഷത്തോടുകൂടെയുണ്ട്. ഒരു നിമിഷം തന്റെ പിന്നിലുള്ള മുസ്ലിം സമുദായത്തിലേക്ക് നോക്കിയിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, തഫറഖ അന്നി ഐന അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എവിടെ മുസ്ലിങ്ങളുടെ പടനായകനായിരുന്ന അബൂ ഉബൈദ എവിടെ എന്ന് ചോദിക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വിളി കേട്ട് അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് അതാ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് പുറകിൽ നിന്ന് ഉമറിന്റെ അടുത്തേക്ക് മുന്നിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ഉമറിനോട് ചോദിച്ചു, എന്താണ് ഉമറെ, ആളുകൾ സന്തോഷിക്കുന്ന, ആളുകൾ വല്ലാത്ത സന്തോഷത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് എന്റെ ചങ്ങാതി എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദയെ അദ്ദേഹത്തിന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് അബൂ ഉബൈദയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ അബൂ ഉബൈദ, ഓ എന്റെ സുഹൃത്തെ, എന്റെ പൊന്നാര ചങ്ങാതി അബൂ ഉബൈദ, താങ്കൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മരണമടഞ്ഞ് ചെല്ലേണ്ട മനുഷ്യനാകുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട മനുഷ്യനാകുന്നു. കൈഫ ബിനാ ഇദാ സഅലന അല്ലാഹു മാദാ യഫ്അൽനാ ബഅദ വഫാതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നമ്മൾ ജീവിച്ചപ്പോ ഒരുപാട് യുദ്ധങ്ങളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഒരുപാട് ദീനിയായ സൽക്കർമ്മങ്ങൾ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. നമസ്കാരങ്ങൾ നമ്മൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. സൽക്കർമ്മങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇന്നിതാ അബൂ ഉബൈദ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലില്ല, പ്രവാചകൻ നമ്മൾ ഇന്ന് വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. നാളെ മരിച്ച് മണ്ണോട് ചേർന്ന് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് താങ്കളെയും എന്നെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓരോരുത്തരെയും വിചാരണ ചെയ്യുന്ന ഒരു രംഗം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട്. അബൂ ഉബൈദ, താങ്കളുടെ സമയമെത്തുമ്പോ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു ചോദ്യം ചെയ്യുന്ന താങ്കളുടെ സമയമെത്തുമ്പോ അള്ളാഹു ചോദിക്കും, അള്ളാഹുവിന്റെ റസൂലില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ സ്വർഗ്ഗത്തിനു വേണ്ടി, നിങ്ങളുടെ ഖബറിലേക്ക്, നിങ്ങളുടെ പരലോകത്തിനു വേണ്ടി എന്തു കർമ്മമാണ്, എന്തു സൽക്കർമ്മമാണ് നിങ്ങൾ ചെയ്തു വെച്ചത് എന്ന റബ്ബിന്റെ ചോദ്യത്തിന് അബൂ ഉബൈദ താങ്കൾക്ക് മറുപടി പറയാൻ എന്താണുള്ളത് എന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദയോട് ചോദിക്കുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഒരു നിമിഷം നിശബ്ദനാവുകയാണ്, ഒന്നും പറയാനില്ല. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. എന്നിട്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ, നതദാഖ വലാ യറാന ലിന്നാസ്, ഓ എന്റെ അമീറുൽ മുഅ്മിനീൻ, ജനങ്ങളാരും കാണാത്ത, ആരുമില്ലാത്തൊരു വിജനമായ പ്രദേശത്ത്, ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് മാറി നിന്ന് ഉമറേ, നമുക്ക് റബ്ബിലേക്ക് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടായിരുന്നപ്പോ ഞങ്ങൾ പലതും ചെയ്തിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടായപ്പോ ദീനു വേണ്ടി ഞങ്ങൾ പല കർമ്മങ്ങളിലും ഏർപ്പെട്ടിരുന്നു. ഇന്ന് റസൂൽ ഇല്ലാത്തപ്പോ ജീവിതത്തിൽ ശൂന്യമാണ് നാഥ. അതുകൊണ്ട് അള്ളാഹുവേ, ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണമേ എന്നത് നമുക്ക് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം എന്നുള്ളത് അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ആരാണ് സഹോദരന്മാരെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു? ആരാണ് സഹോദരങ്ങളെ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു? ഇസ്ലാമിക ചരിത്രത്തിൽ
ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത, തമാശയിൽ പോലും സഹാബത്തിനെ പരിഹസിക്കാത്ത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറിനെ ചൂണ്ടി പറഞ്ഞു, ഉമറും ഫിൽ ജന്ന, ഉമറേ താങ്കൾ സ്വർഗ്ഗത്തിലാണ്. അബൂ ഉബൈദയെ ചൂണ്ടിക്കൊണ്ട് സഹാബാക്കളോട് പറഞ്ഞു, അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് ഫിൽ ജന്ന, അബൂ ഉബൈദയും സ്വർഗ്ഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ റസൂല് തന്റെ നാവ് കൊണ്ട് നേരിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളുകൾ അവരവരുടെ മനസ്സിൽ ജീവിതത്തിൽ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എന്ന പേടിയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുവെങ്കിൽ, സഹോദരന്മാരെ, ഒരു മാസക്കാലത്തെ തറാവീഹ് നമസ്കാരം കൊണ്ട് ഞാനെല്ലാം ചെയ്തു, ഞാൻ എല്ലാ കർമ്മങ്ങളും ചെയ്തു എന്ന് അഹങ്കാരം നമ്മുടെ മനസ്സിലേക്ക് വരുന്നെങ്കിൽ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരാൾക്ക് 10 രൂപയുടെ നോട്ട് കൊടുത്തെങ്കിൽ ഞാൻ എന്റെ ദാനധർമ്മം പൂർത്തിയാക്കി എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ, ജീവിതത്തിൽ നമസ്കാരത്തിൽ കണിശത പാലിക്കുന്നവരാണ് നമ്മളെങ്കിൽ, ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി മാറുവാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്നുള്ളത് ഈ പരിശുദ്ധ റമദാൻ ജീവിതത്തിൽ വിടവാങ്ങാൻ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അവരൊക്കെ അവരുടെ ജീവിതത്തിൽ നേടിയെടുത്ത തഖ്വ, അവരുടെ ജീവിതത്തിൽ നേടിയെടുത്ത ഈമാൻ പരിശുദ്ധ റമദാനിന്റെ ഈ ദിനരാത്രങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ, എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ, ഔഫു മിൻ ജലീൽ വഖനാഅത്തിൻ മിൻ ഖലീൽ വഅമൽ ബിത്തുർതീൽ വഇസ്തിഅദാദിൻ ലിയൗമിർ റഹീം. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്. ജീവിതത്തിൽ പരിശുദ്ധ റമദാനിൽ, ഇന്ന് റമദാൻ 23ലേക്ക് എത്തി നിൽക്കുക. നമ്മൾ ആലോചിക്കുക, ഓരോ നോമ്പും നമ്മൾ നോറ്റു, നമസ്കാരങ്ങൾ അധികരിപ്പിച്ചു, ദാനധർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്തു തുടങ്ങി, സക്കാത്ത് അതിന്റെ നിസാബത്ത് നമ്മൾ കൊടുത്തു തുടങ്ങി, ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചു. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി ഏതു സമയത്തും, ഏത് ഇരുട്ടിന്റെ കോണിൽ ഞാൻ ഒറ്റപ്പെട്ടാലും, ആരും എന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും, ആരും എന്നെ നോക്കിയിട്ടില്ലെങ്കിലും എന്റെ റബ്ബ് എന്നെ കാണുമെന്ന പേടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്നത്, ആ ഭയം, ആ തഖ്വ ഈ പരിശുദ്ധ റമദാൻ കൊണ്ട് നേടിയെടുക്കുവാൻ നമ്മെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്നത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. തീർന്നോ? ഇല്ല. അവിടുന്ന് പറഞ്ഞു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം. എന്റെ റബ്ബ് എന്താണോ എനിക്ക് നൽകിയിട്ടുള്ളത്, എന്റെ ജീവിതത്തിലേക്ക് റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ എന്താണോ ഉള്ളത്, അതുകൊണ്ട് തൃപ്തിപ്പെടാൻ, അതുകൊണ്ട് സമാധാനം അടിയാൻ, അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാൻ കഴിയുന്നവരായി നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നാളെ എനിക്ക് മരണമുണ്ട് എന്ന പേടിയോടുകൂടെ, നാളെ ഈ ലോകത്ത് മരണപ്പെട്ട് മണ്ണായി അള്ളാഹുവിലേക്ക് ഉയർത്തെഴുന്നേൽക്കപ്പെടേണ്ട മനുഷ്യനാണ് ഞാൻ എന്ന ചിന്തയോടുകൂടെ സൽക്കർമ്മങ്ങൾ ധാരാളം, ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ധാരാളം, എണ്ണമില്ലാത്തത്ര സൽക്കർമ്മങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ മനസ്സിന് സാധ്യമാവണോ എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതാണ് തഖ്വ എന്നത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കപ്പെടുമ്പോ സഹോദരന്മാരെ ആലോചിക്കണം. നമ്മള് റമദാനിന്റെ ഈ ദിനരാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു കഴിഞ്ഞു അല്ലേ? റമദാൻ ഒന്ന് തുടങ്ങിയ നമുക്ക് ഓർമ്മയുണ്ട്. ഇനിതാ റമദാനിന്റെ അവസാന 10ലേക്ക് നമ്മൾ എത്തി. ഇനി 2-3 ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ നോമ്പ് അവസാനിക്കുവാൻ പോവുകയാണ്. ജീവിതത്തിൽ ചെയ്തു വെച്ച പാപങ്ങൾ ഇനിയുമുണ്ടെങ്കിൽ, ജീവിതത്തിൽ ചെയ്തു വെച്ച തിന്മകൾ ഇനിയും മായാതെ നിൽക്കുന്നുവെങ്കിൽ, ജീവിതത്തിൽ ചെയ്തു വെച്ച തിന്മകൾ ആരാരും അറിയാത്ത, ഞാനും എന്റെ റബ്ബും മാത്രം അറിയുന്ന തിന്മകൾ ഒരുപക്ഷേ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഇനിയും അത് അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ നടത്താനുള്ള ഒരു മനസ്സ് നമ്മൾ രൂപപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നഷ്ടക്കാരാണ് നമ്മൾ എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ അക്രമികളാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങളുടെ തൗബ കേൾക്കുവാൻ, പാപമോചനം കേൾക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കുകയാണ്. അല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബത്തിൻ അഹദികും മിൻ അഹദികും ബിളാലത്തിൻ ഇദാ വജദഹാ. നിങ്ങളിൽ ഒരാൾ അല്ലാഹുവിലേക്ക് തൗബ നടത്തുക എന്ന് പറയുന്നത്,
നിങ്ങൾ ഒരാൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ നഷ്ടപ്പെട്ടു പോയ വിലപിടിപ്പുള്ള, നിങ്ങൾ ഏറ്റവും ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുക. ആ സാധനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമ്പോ നിങ്ങളുടെ മനസ്സിനുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിനുണ്ടാവുന്ന ഒരു സമാധാനമുണ്ടല്ലോ, അതിനേക്കാൾ മഹത്വമാണ് അള്ളാഹുവിന്റെ അടുത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ഒരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ മരുഭൂമിയിൽ നടക്കുകയാണ്. നിങ്ങൾ മരുഭൂമിയിൽ നടക്കുമ്പോ വിജനമാണ് ആ മരുഭൂമി. നിങ്ങൾക്ക് കൂട്ടിനുള്ളത് നിങ്ങളുടെ ഒരു ഒട്ടകം മാത്രമാണ്. ഒരല്പസമയം വിശ്രമിക്കാൻ വേണ്ടി ഒരു മരം കാണുന്നു. ആ മരത്തിന്റെ ചുവട്ടിൽ നിങ്ങൾ ഇരിക്കുമ്പോ അല്പസമയം നിങ്ങൾ അറിയാതെ മയങ്ങി പോകുന്നു. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒട്ടകം അത് വഴിതെറ്റി എങ്ങോട്ടോ മാഞ്ഞു പോകുമ്പോൾ ആ പെട്ടെന്ന് എഴുന്നേൽക്കുന്ന ഒരു സമയത്ത് ആ ഒട്ടകത്തെ കാണാതെ നിങ്ങൾ മനസ്സിലുണ്ടാവുന്ന ഒരു ബേജാറുണ്ടല്ലോ, അതെത്ര മാത്രമായിരിക്കുമെന്ന് സ്വഹാബത്തിനോട് അവര് പറഞ്ഞു. ആലോചിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകം കാണാതെ, തന്റെ യാത്രാവാഹനത്തെ കാണാതെ നിങ്ങളുടെ മനസ്സ് ബേജാറായി നിൽക്കുമ്പോ അതാ ഒരു ഭാഗത്തിരുന്ന് ആ ഒട്ടകം വല്ല നിങ്ങളിലേക്ക് അടുത്തടുത്ത് വരുമ്പോ അതിനെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ദർശിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതിനേക്കാൾ എത്രയോ മഹത്തരമാണ് ഒരടിമ അള്ളാഹുവിലേക്ക് തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തൗബ നടത്തുമ്പോ അള്ളാഹുവിലുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബു തൗബാവീൻ. തൗബ നടത്തുന്ന ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ഈ റമളാനിന്റെ അവസാനത്തെ 10 ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ട സമയങ്ങളിൽ അങ്ങാടികളിൽ ചെലവഴിക്കേണ്ടവരല്ല നമ്മൾ. അങ്ങാടികളിലെ വസ്ത്രവ്യ കേന്ദ്രങ്ങളിലും ഉപ്പിലിട്ടതും അതേപോലെ മദ്യലഹരികൾക്ക് മുന്നിലും സമയങ്ങൾ ചെലവഴിക്കേണ്ടവരല്ല നമ്മൾ. ആരാധനകൾക്ക് മുന്നിൽ അള്ളാഹുവിന്റെ പള്ളികളിൽ ഭജനമിരുന്നു കൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ടവരാണ് നമ്മൾ. ആര് മടങ്ങിയതുപോലെ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ഒരു പെണ്ണ് വന്നല്ലോ, ജീവിതത്തിൽ തെറ്റുകൾ ചെയ്ത് തെറ്റുകളുടെ കൂമ്പാരമായി. ആ തെറ്റ് പൊറുക്കപ്പെട്ടില്ലെങ്കിൽ നരകം കിട്ടുമെന്ന ബോധ്യപ്പെട്ടുകൊണ്ടൊരു പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, തഹ്ഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് പൊറുക്കപ്പെടേണ്ടതുണ്ട്, എന്നെ ശുദ്ധീകരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനോട് ചോദിച്ചു, പെണ്ണേ, നീ ചെയ്ത തെറ്റെന്താണ്? അവള് പറഞ്ഞു, ഒരു വ്യഭിചാരം നടത്തി. ആ വ്യഭിചാരത്തിന് ഇസ്ലാം കൽപ്പിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് അവളെ കൊല്ലുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ പൂർണ്ണമായി കേട്ടു. അവളുടെ മനസ്സിൽ ചെയ്തു വച്ച തിന്മയുടെ വലിപ്പം അത് വല്ലാതെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അവൾ പറഞ്ഞു അള്ളാന്റെ റസൂലിനോട്, തഹ്ഹിർനി യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, എന്നെ ശുദ്ധീകരിച്ചു തരണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ പൂർണ്ണമായി കേട്ടു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് പറഞ്ഞു, ആ വ്യഭിചാരത്തിലൂടെ നീ ഗർഭിണിയാൻ. അതുകൊണ്ട് ആ കുഞ്ഞിനെ പ്രസവിക്കേണ്ടത് ഒരു ഉമ്മ എന്ന നിലയ്ക്ക് നിന്റെ ഉത്തരവാദിത്തമാണ്. അള്ളാന്റെ റസൂൽ ആ പെണ്ണിനെ മടക്കി അയച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ചോരക്കുഞ്ഞുമായി, പ്രസവിച്ച ചോരക്കുഞ്ഞുമായി അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് ആ പെണ്ണ് കടന്നു വരികയാണ്. തഹ്ഹിർനി യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, എന്നെ ശുദ്ധീകരിക്കണം. തഹ്ഹിർനി യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, എന്നെ ശുദ്ധീകരിക്കണം. പ്രവാചകന്റെ മുന്നിലേക്ക് അവൾ വന്നു. അവിടെ കയ്യിൽ ചോരക്കുഞ്ഞുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറു പുഞ്ചിരിയോടെ ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, നിന്റെ തൗബക്കുള്ള സമയമായിട്ടില്ല. എന്തേ കാരണം? നിന്റെ കുഞ്ഞിന് 2 വർഷം പാല് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഉമ്മ എന്ന നിലക്ക് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അവളെ മടക്കി അയച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. മാസങ്ങൾ കടന്നു, വർഷങ്ങൾ കടന്നു. 2 വർഷം കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ചെയ്തു വച്ച തിന്മയുടെ ഭാരം ആലോചിച്ച് അവൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വീണ്ടും വന്നു. തഹ്ഹിർനി യാ റസൂലല്ലാഹ്, തഹ്ഹിർനി യാ റസൂലല്ലാഹ്. അവളുടെ മുഖത്ത് നോക്കിയാൽ ചെയ്തു വച്ച തിന്മയുടെ വിഷമം അവളുടെ മുഖത്ത് കൃത്യമായി പ്രകടമായിരുന്നു.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെ നോക്കി. ആ കുഞ്ഞിന്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം കൊടുത്തിട്ടുണ്ട്. ആ കുഞ്ഞ് മുലക്കുടി പ്രായം കഴിഞ്ഞു എന്ന് പ്രവാചകന് ബോധ്യമാകാൻ ആ പെണ്ണ് ആ കുഞ്ഞിന്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം കൊടുത്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചു. സഹാബയോട് പറഞ്ഞു, സഹാബ, മരുഭൂമിയിൽ വലിയൊരു കുഴി ഉണ്ടാക്കണം. ആ കുഴിയിൽ ഈ പെണ്ണിനെ ഇറക്കി നിർത്തിയിട്ട് അവളെ എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വിധി. മരുഭൂമിയിൽ സഹാബ വലിയൊരു കുഴി ഉണ്ടാക്കി അതിലേക്ക് ആ പെണ്ണിനെ ഇറക്കി നിർത്തി. സഹാബത്തിനോട് അവളെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പലരും പല ഭാഗത്തു നിന്നും കല്ലുകൾ എറിഞ്ഞു. ആരോ ഒരാൾ എറിഞ്ഞ കല്ല് അവളുടെ ശരീരത്തിലേക്ക് തട്ടി. ആ ശരീരത്തിൽ നിന്നും ഒരു രക്തം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് തെറിച്ചപ്പോ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഛേ, വ്യഭിചാരിയായ ഒരു പെണ്ണിന്റെ രക്തം എന്റെ ശരീരത്തിലേക്ക് തെറിക്കുകയോ എന്ന മോശത്തിലുള്ള ഒരു സംസാരം ഖാലിദ് റളിയല്ലാഹു അൻഹു നടത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഓടിയെത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വല്ലാഹി യാ ഖാലിദ്, വല്ലാഹി യാ ഖാലിദ്, അല്ലാഹു ലകതാബതൻ തൗബതൻ ലഖശ്മുഹാ ബൈന അഹ്ലിൽ മദീന. അല്ലാഹുവിന്റെ റസൂൽ മദീനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഖാലിദേ, മദീനയിലെ മുഴുവൻ ജനങ്ങളും ഒരു പക്ഷേ ഒരുമിച്ചിരുന്ന് തൗബ നടത്തിയാലും ആ പെണ്ണിന്റെ തൗബയുടെ അടുത്തെത്തില്ലെന്ന് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹ്. എന്റെ ആ പെണ്ണ് ചെയ്തതൊരു തൗബയാണ്, ചെയ്തു വെച്ചത് തിന്മയാണെന്ന് ബോധ്യപ്പെട്ടു. ആ തിന്മ പൊറുത്തില്ലെങ്കിൽ നരകമുറപ്പാണെന്ന് അവരുടെ മനസ്സിൽ ഓർമ്മ വന്നു. ആ തിന്മ പൊറുക്കാനാണ് 3 വട്ടം ആ പെണ്ണിന്റെ സദസ്സിൽ വന്നത്. അതുകൊണ്ട് ഖാലിദേ, നിന്റെ സംസാരം അപകടകരമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനെ ഓർമ്മപ്പെടുത്തി. അതാണ് സഹോദരങ്ങളെ തൗബ. നമ്മൾ ചെയ്തു വെച്ച തിന്മ അത് പൊറുക്കപ്പെടാൻ നമ്മൾ തൗബ നടത്തണം. അതല്ലാതെ ഒരു തെറ്റ് ചെയ്യുന്നു, അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു, പിന്നെയും തെറ്റ് ചെയ്യുന്നു, അതിന് തൗബ എന്ന് പറയില്ല. നമ്മുടെ തെറ്റ് പൊറുക്കപ്പെടണമെങ്കിൽ ആത്മാർത്ഥമായ തൗബ വേണം. പരിശുദ്ധ റമളാനിന്റെ ഈ അവസാന രാവുകളിൽ ആ തൗബയുമായി മുന്നേറുവാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കൃത്യമായി പാലിച്ചുകൊണ്ടും ക്രമീകരിച്ചുകൊണ്ടും ജീവിതത്തെ ചുറ്റപ്പെടുത്തണമേ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്, ഇതിന്റെ പേരിൽ ഉണർത്തുകയാണ്. നമ്മൾ സൂചിപ്പിച്ചു വന്നിട്ടുള്ളത് പരിശുദ്ധ റമളാനിന്റെ അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആരാധനാ കർമ്മങ്ങളിൽ കർമ്മനിരതരാവണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ പഠിപ്പിച്ച അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ എന്ന പ്രാർത്ഥന ഒരു വിശ്വാസി സദാ സമയം തന്റെ ചുണ്ടുകളിൽ മന്ത്രിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അതോടൊപ്പം പാപമോചനം അധികരിപ്പിക്കേണ്ട ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ സമയമാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം നടത്തുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ഒന്നാമത്തെ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു വന്നിട്ടുള്ളത്. അതോടൊപ്പം പരിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങളിൽ ഈ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് ദാനധർമ്മം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദാനധർമ്മങ്ങൾ നമ്മൾ ധാരാളം ചെയ്യാറുണ്ട്. പക്ഷേ റമളാൻ ആകുന്ന സന്ദർഭത്തിൽ അതൊന്നുകൂടെ അധികരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത്. സഹാബ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയ പത്നിമാർ, അവരൊക്കെ ദാനധർമ്മങ്ങളിൽ എത്രമാത്രം നമുക്ക് മാതൃകയാണെന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും.
നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിലില്ലാത്തൊരു സന്ദർഭത്തിൽ ഒരാടിനെ അറക്കുകയുണ്ടായി. ആയിഷ ബീവി ആടിനെ അറുത്തു. അതിന്റെ മാംസങ്ങൾ മുഴുവനുമായി പാവപ്പെട്ട ആളുകൾക്ക് ദാനധർമ്മം ചെയ്തു. റസൂലുള്ള വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരും. അതുകൊണ്ട് ആ ആടിന്റെ കുളമ്പിൻ കഷ്ണം അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമാണ്. ആയിഷ ബീവി ആ കുളമ്പൻ കഷ്ണത്തിന്റെ ഒരു ഭാഗം അല്ലാഹുവിന്റെ റസൂലിന് തന്റെ പ്രിയതമന് വേണ്ടി മാറ്റിവെച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴികിട്ട് വീട്ടിലേക്ക് കടന്നു വന്നു. ആയിഷ ബീവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് തന്നെ താൻ അറുത്ത ആടിന്റെ കുളമ്പും കഷ്ണവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക്, തന്റെ പ്രിയതമന്റെ മുന്നിലേക്ക് സന്തോഷത്തോടു കൂടി കടന്നു ചെന്നു. എന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ഇന്നൊരു ആടിനെ അറുത്തിരുന്നു. അതിന്റെ മാംസങ്ങളെല്ലാം ഞാൻ ആളുകൾക്ക് ദാനം ചെയ്തു. ഇതാ അങ്ങേക്കു വേണ്ടി ഞാൻ മാറ്റിവെച്ചതാണ് ഈ കുളമ്പിൻ കഷ്ണം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ സംസാരം കേട്ടപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയതമയെ ചേർത്തു പിടിച്ചു. എന്നിട്ട് ആയിഷ ബീവിയോട് തന്റെ കയ്യിലുണ്ടായിരുന്ന ആടിന്റെ കുളമ്പിൻ കഷ്ണം എടുത്തുകൊണ്ട് ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ഈ കുളമ്പിൻ കഷ്ണം നിനക്ക് നഷ്ടമാണ്. എനിക്ക് വേണ്ടി, നിന്റെ പ്രിയതമന് വേണ്ടി നീ മാറ്റിവെച്ച ഈ കുളമ്പിൻ കഷ്ണം നിനക്ക് നഷ്ടമാണ്. ബാക്കി മുഴുവനും നിനക്ക് ഏറ്റവും വലിയ പ്രതിഫലമാണ് ആയിഷ. നാളെ പരലോകത്ത് നിനക്ക് ആ പ്രതിഫലം കാണാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീട്ടിലേക്ക് ഒരു പിരിവിന്, ഒരു യതീംഖാനയുടെ പിരിവിന് ഒരാൾ വരുമ്പോ നമ്മുടെ കയ്യിൽ 500-ന്റെയും 100-ന്റെയും നോട്ടുണ്ട്. നമ്മൾ ഏത് നോട്ടെടുക്കും? 100-ന്റെ നോട്ടെടുത്ത് കൊടുക്കുമ്പോ, സഹോദര, ആ 100-ന്റെ നോട്ട് നിനക്ക് ലാഭമാണ്. 500 നീ ബാക്കി വെക്കുകയാണെങ്കിൽ അത് നിനക്ക് നഷ്ടമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് പാഠമായി ഉൾക്കൊള്ളാൻ കഴിയും. നമ്മുടെ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയ പത്നി ഫാത്തിമ ബീവി, അവിടുത്തെ പ്രിയ ഭർത്താവ് വലിയാർ തങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടിലൂടെയും പ്രയാസങ്ങളിലൂടെയുമാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയത്. ഫാത്തിമ ബീവി ഒരിക്കൽ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹുവിനോട് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, പട്ടിണിയാണ്, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. അലിയാർ തങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങാടിയിലേക്കൊന്ന് ഇറങ്ങി നോക്കട്ടെ, എന്തെങ്കിലും കടിക്കാൻ കിട്ടുമോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അലിയാർ തങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി ഭക്ഷണം അന്വേഷിച്ചു. ഒരൽപ്പം ഭക്ഷണം കിട്ടി. തന്റെ വീട്ടിലേക്ക് തന്റെ ഭാര്യയുടെ മുഖം ആലോചിച്ച് അലിയാർ തങ്ങൾ വീട്ടിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് വഴിയിൽ നിന്ന് യാചകനായ വൃദ്ധനായ ഒരു മനുഷ്യൻ അലിയാർ തങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട്, കയ്യിലുള്ള കവറിൽ ഭക്ഷണമാണോ? അലിയാർ തങ്ങൾ നിശബ്ദനായി. അദ്ദേഹം വീണ്ടും ആവർത്തി ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ഭക്ഷണമാണോ? അലിയാർ തങ്ങൾ പറഞ്ഞു, അതേ, ഭക്ഷണമാണ്, എന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. ഇവിടുന്ന് ആ മനുഷ്യൻ, വൃദ്ധനായ പ്രായമായ താടി രോമങ്ങൾ നരച്ച ശരീരത്തിന്റെ തൊലികൾ ചുറ്റിച്ചൊലിഞ്ഞ് പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, ദിവസങ്ങളായി, മാസങ്ങളായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം എനിക്ക് തരാൻ സാധിക്കുമോ? അലിയാർ തങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്നു. വീട്ടിൽ തന്റെ ഭാര്യ ഭക്ഷണത്തെ ആവശ്യപ്പെട്ട് തന്നെ അങ്ങാടിയിലേക്ക് പറഞ്ഞയച്ചതാണ്. വഴിയിലിതാ വൃദ്ധനായ ഒരു മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി തന്നോട് യാചിക്കുന്നു. അലിയാർ തങ്ങൾ തന്റെ കയ്യിലുള്ള ഭക്ഷണം ആ വൃദ്ധന് കൊടുത്തു. അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി. അവിടെ തന്റെ ഭാര്യ ഭക്ഷണവും പ്രതീക്ഷിച്ചു വേണ്ടി നിൽക്കുന്നു. വീട്ടിലേക്ക് എത്തി. അവിടെ തന്റെ ഭാര്യയോട് വഴിയിൽ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. അവരോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. ഹരിയായ നമ്മുടെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അലിയാർ തങ്ങളെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അലിയാർ തങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ എന്തിന് ക്ഷമിക്കണം? നിങ്ങൾക്ക് വേണ്ടി എന്തിന് ഞാൻ ക്ഷമിക്കണം? നിങ്ങൾ ചെയ്തത് എത്രയോ മഹത്തരമുള്ള ഒരു കാര്യമല്ലേ? വിശക്കുന്ന ഒരു വയറിന്റെ വിശപ്പ് നിങ്ങൾ മാറ്റിയില്ലേ? അതിന്റെ പ്രാധാന്യം എത്രമൊക്കെ എന്റെ ഉപ്പ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തില്ല. നിങ്ങൾ ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് ഫാത്തിമ ബീവി തന്റെ ഭർത്താവിനെ പ്രശംസിക്കുമ്പോ, സഹോദരന്മാരെ, നമ്മുടെ ഓരോരുത്തരുടെയും ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് ഈ പരിശുദ്ധ റമദാനിൽ എത്രമാത്രം നമ്മൾ ദാനധർമ്മം ചെയ്തു എന്നുള്ളത് മനസ്സിനോട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക.
ബാങ്ക് ബാലൻസ് കണ്ട് സമാധാനമടയുന്നവരാണ് നമ്മളെങ്കിൽ നഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ സംഭാവനകൾ അർപ്പിക്കുക. പാവപ്പെട്ടവരുടെ വിശപ്പുകൾ നിങ്ങൾ മാറ്റുക. അർഹമായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നത് അള്ളാഹുവിന്റെ റസൂലാണ് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ അവസാനിക്കുന്നതിന് മുമ്പ് പൂർണ്ണ അർത്ഥത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ദാസിയാവാൻ നമ്മൾ പരിശ്രമിക്കുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.